ഞാൻ ഇതിന്റെ ഇടയ്ക്ക് കുറെ ഗെയിം കളിക്കണ്ട്, പക്ഷെ ഒന്നും ഫുഡ് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. എന്തെങ്കിലുമൊക്കെ ഇന്ററപ്റ്റ് ആവാണ്. അതിനോട് ഒരു അടിപൊളി ടൈം ഔട്ട് ആയിട്ടാണ് ജയിച്ചു. നമ്മള് തോൽക്കല്ല, അങ്ങനത്തെ ഒരവസ്ഥയായിരുന്നു. Game started as white. B6. റിമൂവ് ചെയ്യാൻ പഠിച്ചത് തന്നെ. Bishop B7. G6. G6. Bishop G7. ഇങ്ങനെ കളിക്കുന്നത് ഇത് കണ്ടു എന്ത് പൊസിഷനൊക്കെ. E6. So I can't jump here. This can open up. Confusion. Knight C6. Now we started doing this. Now I can push. I take. Yeah. തോന്നണം നല്ലതാണ്. Knight F5. Knight F5 hitting on the bishop. So ഇതാണ് ഇപ്പൊ പ്രശ്നം. അങ്ങനെ ത്രെറ്റ് ഉണ്ടാക്കും. I'm not at all. At least നല്ല പൊസിഷൻ ഉണ്ട്. അപ്പൊ എന്റെ നൈറ്റ് ഇവിടെ ഇല്ല. ഇവിടെ എന്താ ചെയ്യണേ? ഈ ബിഷപ്പ് ഡെവലപ്പ് ചെയ്യണം. E5 എനിക്ക് എടുക്കാൻ പറ്റില്ല, കാരണം എന്റെ ബിഷപ്പ് ഉണ്ട്. പക്ഷെ എനിക്ക് ഇവിടേക്ക് ഒരു സാധനത്തിന്റെ കൺട്രോൾ കൂടി കൊണ്ടുവന്ന് എനിക്ക് എടുക്കാം. Do it very well. So first of all എനിക്ക് ഇതിനെ ഡെവലപ്പ് ചെയ്യണം. എന്റെ ക്വീനെ അറ്റാക്ക് ചെയ്ത് ഡെവലപ്പ് ചെയ്താലോ ഞാൻ പോയി. I should have thought more. ഇനിയിപ്പോ എന്തിനു ഡെവലപ്മെന്റ് ഇവിടേക്ക് വെച്ചാൽ ഇതിന് തോടുത്തു. ഇതിനെ ഇങ്ങോട്ട് വെച്ചാല് ഇതിന്റെ കൺട്രോൾ വേണം. ഇങ്ങോട്ടിലൊന്നും വരണ്ട. D6. എനിക്ക് ഇങ്ങനെ ചെക്ക് കൊടുക്കാം. ഇങ്ങനെ വന്നാൽ ഓൻ്റെ ഇത് വെക്കുക. പക്ഷെ ഓൻ്റെ നൈറ്റിന്റെ കൺട്രോൾ ഉണ്ടല്ലേ ഇവിടെ. That is annoying. What to do? എന്നാലും അത് ചെയ്യാൻ തോന്നുന്നുണ്ട്. ഇതിനെ പുഷ് ചെയ്യാൻ തോന്നുന്നുണ്ട്. റോക്ക് ഇങ്ങോട്ട് പോകാൻ പറ്റും. ഇങ്ങോട്ട് പോകാൻ പറ്റൂല. ഇങ്ങോട്ട് പോകാൻ പറ്റൂല. പക്ഷെ അവൻ എന്തെങ്കിലും ചെയ്യും. നോക്കിക്കോ. പക്ഷെ നമുക്ക് പഠിക്കാം. ഇങ്ങനൊരു സാഹചര്യം വന്നാൽ നമ്മളെന്ത് ചെയ്യും? Let's learn. ഞാനാണ് എന്തെങ്കിലും ഒരു ത്രെറ്റ് ഉണ്ടാക്കാൻ നോക്കുമ്പോ, പക്ഷെ എന്നിട്ട് ഞാൻ തന്നെ പിന്നെയും കൊടുക്കും. അത് സാധാരണ ഉണ്ടാവില്ലേ. ഈ ഫോണ് ഒന്നും ഇല്ല. ഉണ്ടല്ലോ, ബിഷപ്പ് ഉണ്ട്. ഈ ഫോണിനാണ് ഇപ്പൊ പ്രൊട്ടക്ഷൻ ആകാത്തത്. പക്ഷെ എന്റെ ക്വീൻ ഉണ്ട്. എപ്പോഴും മാറും. എനിക്ക് എന്റെ ബിഷപ്പിനൊന്നും ഡെവലപ്പ് ചെയ്യണം. അതിനിപ്പോ എന്താ കഴിയുന്ന ഇതിലാണ്. അതിന്റെ ഈ ബിഷപ്പ് കണ്ടോ, അതിന്റെ ലോക്കഡായി. പക്ഷെ അതിന് ഈ ഡയഗണൊക്കെ വരികയാണെങ്കിൽ ഒന്നുകൂടെ ആക്റ്റീവ് ആകും. പക്ഷെ എന്റെ ബിഷപ്പ് ആ ഡയഗണെ നോക്കുന്നുണ്ട്. ടേക്കിംഗ് ടൈം ഫോർ ദിസ്. C5. ഇതിനെന്താ ഇതിന്റെ ഐഡിയ? C5ന്റെ ഉദ്ദേശം എന്താ വെച്ചാല് രണ്ടോട്ടം നീക്കി. ഞാൻ ഇതിനെ എടുക്കുന്നു, ഓരിതിനെ പുഷ് ചെയ്യുന്നു, ഞാനിതിനെ ബാക്ക് ആക്കുന്നു. ഇതിന് പ്രൊട്ടക്ഷൻ ഉണ്ടല്ലോ.
I don't think that's a very threat. ഒന്ന് ഇതിനെടുക്കും, ഈ പോകുന്ന എടുക്കണല്ലോ. B takes a 5. Okay, now he's going to push this thing. Since I know it, I might as well give a check like this. So I gain a tempo. And now this problem is solved. ഇങ്ങോട്ട് വരാണ്ടില്ല. എനിക്ക് എംപസാൻഡ് ചെയ്യാൻ പറ്റുമോ? ഞാൻ ഇതിനെ ഒറ്റതിനല്ലേ പുഷ് ചെയ്തെന്ന്. അതോ എംപസാൻഡ് King ചെയ്യാൻ F7. പറ്റില്ല. എംപസാൻഡ് ചെയ്യാൻ പറ്റിയെന്ന്. ഇന്ന് ചെയ്യാൻ പറ്റൂലേ. അപ്പൊ വെക്കണപ്പോ തന്നെ ചെയ്യണം. This is just sad. അയ്യോ, വേഗം ചെയ്യാൻ വേഗം കളിക്കാം. Since I'm too okay, I might offer a trade offer ചെയ്യണോ? Like I can. ഇതിന് ട്രേഡ് ഓഫർ ചെയ്തു, ട്രേഡ് എടുത്തു വിചാരിച്ചു. അപ്പോൾ ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഞാൻ എന്താ ചെയ്യുക? ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ കുറച്ച് പണിയല്ലേ. ഒന്ന് നമുക്ക് ചെയ്യാം, റിസ്ക് ടേക്ക് ചെയ്യാണല്ലോ, സമയം കളയണ്ടല്ലോ. എടുക്കുകയാണെങ്കിൽ അങ്ങോട്ട് എടുക്കട്ടെ. എന്നിട്ട് ഞാൻ ഉദ്ദേശിച്ചത് സ്പീനോണ്ട് ഇങ്ങോട്ട് വരിക. അപ്പൊ ഇതിനൊന്നും അറ്റാക്ക് ചെയ്യണില്ലല്ലോ, ഇങ്ങനെ വന്നിട്ട് ഇതാക്കാം. പക്ഷെ അതിന്റെ മുന്നേ അതാ ഓൻ കളിച്ചു. ഞാനൊന്ന് വിചാരിച്ചു അതിനെ അറ്റാക്ക് ചെയ്യുന്നു. ഞാൻ റുക്ക് കൊണ്ട് ഇങ്ങനെ ചെക്ക് കൊടുക്കുന്നു. ഇത് കുഴപ്പമില്ലല്ലോ. സ്ക്വയർ ഇതിന്റെ നൈറ്റ് ഇതോടെ ചെയ്യുന്നുണ്ട്. ഇത് ഈ ഫോണിന് പ്രൊട്ടക്ഷൻ ഇല്ല കേട്ടോ. അപ്പൊ ഇതിന് ബ്ലണ്ടർ ആവോ? വെൽക്കാൻ ഞാൻ ഇങ്ങോട്ടൊക്കെ പോവാൻ ആലോചിച്ചേ. ഓനക്കിപ്പോ എങ്ങോട്ട് പോകാം? കിങ് F8 പോകാം. എനിക്കിപ്പോ ഇതിനൊന്നും എടുക്കാൻ പറ്റൂല, ഇതിനെ നീക്കാനും പറ്റൂല. പക്ഷെ ഓന് ഇതിനെ ഡബിൾ അറ്റാക്ക് ചെയ്താൽ ഞാൻ പെട്ടു. അതുകൊണ്ട് തന്നെ ഇതിനെങ്ങനെ പ്രൊട്ടക്ഷൻ കൊടുക്കുക? അതിന് പ്രൊട്ടക്ഷൻ കൊടുക്കുക കഴിഞ്ഞാണ് ഗോളിയർ. അയ്യോ, അവന്റെ പോണുകൾ ഭയങ്കര സ്ട്രോങ് ആണ്. എന്റെ ബിഷപ്പിനൊന്നും ഈ കളിക്ക് ഇറക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ എന്റെ നൈറ്റിനെ കൊണ്ട് ഇങ്ങോട്ട് പോകാന്നാണ് ആലോചിക്കണേ. നൈറ്റിനെ കൊണ്ട് ഇങ്ങോട്ട് പോവുക. അപ്പോ ഓന് ഇതിനെടുത്താ ഓന് ഇങ്ങോട്ട് വെക്കാൻ പറ്റൂല. യെസ്, ടൈം കൊറേ എടുക്കണ്ട്. ഞാൻ ഇപ്പൊ ഈ പോണിനെ അറ്റാക്ക് ചെയ്യണോണ്ട് ഇതും ത്രെട്ട്. 97 attacks that and that. That is too bad. Might have found the only move that lets him win. ഞാൻ ഇങ്ങോട്ട് പോയാല് ഓനെ പോണിനെടുക്കും. പക്ഷെ ഞാൻ കുറച്ച് റിസ്ക് ആണ്. ഇങ്ങോട്ട് പോയി ഓൻ അതിനെടുത്തു. പിന്നെ ഓൻ അതിനെ പിന്നെ അറ്റാക്ക് ചെയ്യാൻ നോക്കും. Maybe I should go back like for real and threaten another. എന്തെങ്കിലും വേറെ പ്രൊട്ടക്റ്റഡ് അല്ലാത്തുണ്ടോ? Yeah, it's not worth it. ഓനെ പോണിനെടുക്കുകയാണെങ്കിൽ എനിക്ക് ഇതിനെടുക്കാം. Knight takes c6. ഇതുകൊണ്ട് നൈറ്റിനെ അവിടേക്ക് കൺട്രോൾ കിട്ടും. Now we are for real losing. അത് മനസ്സിലാക്കിയെങ്കിൽ എനിക്ക് അങ്ങനെ ചെയ്യാൻ. ഇപ്പൊ തോറ്റുകൊണ്ടിരുന്ന ഓന് ജയിച്ചു. ഇതൊരു ശല്യാണിത്. എന്റെ ബിഷപ്പിനൊന്നും അറക്കാൻ പറ്റണില്ലല്ലോ. ഓന് പോണ പുഷ് ചെയ്താൽ എനിക്ക് എന്റെ നൈറ്റ് കൊണ്ട് കാറായിരുന്നു. Rook b8. Rook b8 is offering a trade, and that trade like ഇത് ട്രേഡ് അല്ല കേട്ടോ. ഞാൻ ഇതിനെ ഇങ്ങോട്ട് വെച്ചിട്ടില്ലെങ്കിൽ ആ ട്രേഡ് കൂടി അല്ല. That's a freebie.
We do not like giving out freebies. അല്ല ഇത് തന്നെ എനിക്കൊന്ന് ഫ്രീ ആയി തന്നിക്കണു. ഇനി മുമ്പായിരുന്നു അവിടെ. Bishop h6. Bishop h6. Yo, ho ho ho. Yes. ഇതിന്റെ ഉദ്ദേശം എന്താന്ന് എനിക്ക് പോലും അറിയാം. കേറി വരുന്നു. തന്നെ ഇതാക്കണ്ട. എടാ ചടക്കാൻ ഓബിയസ് ആയിട്ടൊന്ന് ആലോചിച്ചാൽ മതി. Knight c6. Knight c6 is getting his knight under active. ഇവിടേക്ക് വെച്ചാൽ നല്ല പണിയാണ്. കാരണം ഒരു 2 പോണാണ് ഇവിടെ ഉള്ളത്. ഒരു മാങ്ങടക്കി അവനക്ക് ഇങ്ങോട്ട് വെക്കാൻ പറ്റില്ല. അല്ലെങ്കിലും King g7. King g7 അതൊക്കെ എന്ത് പോവാടാ. King g7 ഓനീ പോണ്ട പ്രൊട്ടക്ഷൻ എന്തിനോ എന്തത് പിന്നെ മറ്റേതാ തോന്നുന്നുണ്ട്. To confuse your enemy, first confuse yourself. ഭയങ്കര പേടിയാണിത് കീനിനെ കൊണ്ട് വരുമ്പോ. കാരണം എന്തെങ്കിലും കാട്ടി കണ്ടോണ്ടിരിക്കും. നമ്മളൊന്നും ചെയ്യില്ല. നമ്മളൊക്കെ സ്റ്റാൻഡേർഡ് ആൾക്കാരാണ്. Knight e7. Like this is the exact same thing. Like I hate it. അതുകൊണ്ട് പ്രൊട്ടക്ടർ അല്ലാത്തൊരു മാങ്ങിയില്ലേ. പിന്നെ എന്താ വെച്ചിട്ടാണ് അറ്റാക്ക് ചെയ്യുന്നത്. എന്താ ചെയ്യണ്ടെന്നൊന്നും അറിയുന്നുണ്ടോ. കണ്ടോ ഈ ഡയഗണലും മാത്രം സൂക്ഷിക്കണം. എന്താ ഒന്നിനെ അറ്റാക്കും ചെയ്യാൻ പറ്റണില്ല. Rook e8. Rook d8, but he has all the best moves. Like what is going on? I think we attack this. Rook d8, I don't even know. എനിക്ക് തോന്നണ സമയം ലാഭിക്കണം. സമയം നല്ലതാവുമ്പോ സമയം നോക്ക്. Time is a very big problem, you know. 2:5 Rook b6. Rook b6, what is ഇതിന്റെ ക്ലോസ് ആയി. ഇപ്പൊ കീനിന്റെ പ്രൊട്ടക്ഷൻ അല്ല, പക്ഷെ അത് സിമ്പിൾ ആയിട്ട് കാണും എനിക്ക്. അപ്പൊ ഇത് ഇങ്ങോട്ടേലും മാറ്റം Queen a8. ക്വീൻ 8 എന്നെ പ്രൊട്ടക്ട് ചെയ്തു. നോ പ്രോബ്ലം. I guess അതല്ലടാ അവൻ അതിന് ചെയ്യാൻ തന്നെയെന്ന് വെച്ചാൽ റുക്കിനെ ഇങ്ങോട്ട് വെച്ച കണ്ടു. ഇതിന് പ്രൊട്ടക്ഷൻ കൊടുക്കാനാണ്. ഇതിനല്ലേ കോണ്ടൊക്കെ കാൽക്കുലേറ്റഡ്. ഇന്ത്യയുടെ ഒരു മാങ്ങിയല്ലേ എന്തത്. അതോ ഞാൻ പറഞ്ഞാലേ അങ്ങോട്ട് വെക്കരുത്. Rook takes b1. അയ്യോ bro didn't see that. Like real I almost messed up. ഭാഗ്യത്തിന് ചങ്ങായി കണ്ടില്ല. കഥ ട്രേഡ് ആണെന്നും കൂടി ഇല്ല. എന്റെ 9 പോയിന്റിലെ സാധനം പോയിന്ന് ഇപ്പൊ തന്നെ. Rook takes e1 check. താങ്ക് യു. പക്ഷെ 10 പോയിന്റ് പോയില്ലല്ലേ ഇപ്പൊ. ഇല്ല, അല്ലെങ്കിൽ 14 പോയിന്റ് പോയി. Knight c6. Now this is completely losing. This guy has no protection. Like I have to we are cooked. Like what are we supposed to do? Like what? Everything. Things like chicken. അതല്ല ഡെഫിനറ്റ്ലി ചെയ്യേണ്ടി വരും. Knight d4. Knight d4 is better to like what is going to take in here. ടൈമില്ല. Knight takes f3 check. ടൈമില്ല. We do not have time. നല്ല കളിച്ചും പോകും.
കുറെ സാധനത്തിന് പ്രൊട്ടക്ട് ചെയ്യാനുണ്ട്. ഇതിനൊക്കെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാനൊക്കെ പറയാം. ഇതിലെ ഡാർക്ക് സ്ക്വാഡ് ബിഷപ്പും ഒക്കെ വൈറ്റ് ഡയഗണിലും. എന്തുകൊണ്ട് പ്രൊട്ടക്ട് Queen B8. പ്രൊട്ടക്ട് ചെയ്തു. ഇതിന് പ്രൊട്ടക്റ്റഡ് അല്ല. ചെക്കോണ്ട് വരും, നമ്മൾ മാറ്റേണ്ടി വരും. അവന് ഇങ്ങോട്ട് വന്ന് ചെക്ക് കൊടുത്താൽ പണി. Queen B1 check. അതിനോ ഇതിനെടുക്കാൻ പറ്റൂല. Bishop F4 check. For real. എന്താ ചെയ്യുക? ഇങ്ങനെ പോയി പിന്നെ കൂടി ചെക്ക് കൊടുക്കാൻ പറ്റും എനിക്ക്. അത് സാധ്യമല്ല തോന്നുന്നുണ്ട്. ഇതിനെ ഈ ഡയഗണൽ കൺട്രോൾ ഞാനെങ്ങനെ ചെയ്യും? ഞാനെന്താ ചെയ്യും? അങ്ങനെ അറിഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇതിനെടുക്കണ്ടേ? Bro, I have so much time. He can just kill me. ഇതാണ് എനിക്ക് പ്രശ്നം. Queen C1. Let's do whatever. Queen takes F4 check. I don't care. He takes F4. It's Rook takes E4. Rook takes C4. Bro, why? What is the reason for your aggression? You have all the time in the world. Rook takes A4. Rook A2 check. എനിക്ക് ഇതിനൊക്കെ സമാധാനമായിട്ട് ഇങ്ങോട്ട് ക്വീനാക്കിയാൽ D5. D5. C4. ഇപ്പൊ എന്താ ചെയ്യാ? പ്രോട്ടോൺ പി ഓനക്ക് ഗ്രീഡി ആയിട്ട് ഇങ്ങോട്ടൊക്കെ വെച്ചോ. ഭയങ്കര സങ്കടം കേട്ടോ. C3. Very logical. I like it. King activates C2. crucial. So first put the guy away. Oh no, that's going to be check. You idiot. ഞാൻ എപ്പോഴും ഏറ്റവും നല്ലതാണ് ചെയ്ത് കൊടുക്കും. C1 equals queen check. കഴിഞ്ഞ എടുക്കാനും കൂടി പറ്റും. എനിക്ക് കണ്ടോ? Queen G1 check. Checkmate. G5 check. Oh, bruh. G takes F4. ആയിക്കോട്ടെ. Black wins by checkmate.